ആദ്യമേ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഡെപ്യൂട്ടി ഡയറക്ടർ അല്ല എന്നൊക്കെ അഴകപ്പൻ ചേട്ടൻ പറഞ്ഞതിനൊക്കെ ഒരുപാട് നന്ദി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ച താഴ്ചകൾക്കിടയിലൂടെ കടന്നു വന്ന ആളാണ്. എല്ലാ കാലത്തും പ്രതിഭകൾ ഒരു കാലഘട്ടത്തിൻ്റെ റോൾ മോഡലുകളാകുന്നത് എങ്ങനെ എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ അതിനൊരു ഉത്തരമേ ലോകത്തിൽ ഏത് മലയാളിയുടെയും മുമ്പിലുള്ളൂ. ഒരേ സമയം ജീനിയസ് ആവുകയും അതേസമയം സൊസൈറ്റിക്ക് തൻ്റെ ജീവിതം കൊണ്ട് ഒരു റോൾ മോഡലാവാൻ കഴിയുകയും ചെയ്യുക എന്നത് ദൈവദത്തമായ ഒന്നാണ്. ജീവിതം കൊണ്ടും പ്രതിഭ കൊണ്ടും കാലഘട്ടത്തിൻ്റെ റോൾ മോഡലാണ് മമ്മൂക്ക എന്നുള്ളതാണ് സത്യം. എന്നോട് ഇന്നിവിടെ വന്ന നേഹ എന്ന കൊച്ചുകുട്ടി മുതൽ മുതിർന്നവർ വരെ ചോദിച്ചിട്ടും, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ടു പോയൊരു കാലത്ത് വീട് പോലും വിറ്റുപോയപ്പോഴും ഞാൻ കൈവിടാതെ സൂക്ഷിച്ച, പ്രതിസന്ധിയിൽ പോലും പണയം വയ്ക്കാത്ത ഒന്നുണ്ട്. അത് ഈ കുട്ടിയെ ഇപ്പോൾ ചോദിച്ചത് എന്താണെന്നാണ്. ഇത് എന്നെ ഞാനാക്കിയ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി TV-യുടെ അശ്വമേധം എന്ന പ്രോഗ്രാം 500 അധ്യായങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ കൈരളി TV-യുടെ ചെയർമാനായ എൻ്റെ ലോകത്തിൻ്റെ മമ്മൂക്ക അന്ന് എൻ്റെ ഷർട്ടിൽ കുത്തിത്തന്നതാണ് സീപ്പോ എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ഈ കുതിര. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് രാജ്യത്തിൽ ഏത് ഷോയ്ക്ക് പോയാലും ഏത് ഡ്രസ്സ് ഇട്ടാലും ഞാനിത് കൊത്തും. കാരണം ഇത് കൊത്തുമ്പോൾ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ തെറ്റായത് ചെയ്യരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും പ്രശസ്തനായ മലയാളിയെ, ഒരു കാലഘട്ടത്തിൻ്റെ റോൾ മോഡലിനെ, സ്വന്തം ജീവിതമാണ് തൻ്റെ ചര്യ, അതുതന്നെയാണ് സന്ദേശം എന്ന് തെളിയിക്കുന്ന വ്യക്തിയെ, എല്ലാ കാലത്തും സാമൂഹ്യബോധത്തിൻ്റെ ശരി നിലപാടുകളിലൂടെ സഞ്ചരിക്കുന്ന ആ പ്രതിഭയെ, ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിലെ പകരം വയ്ക്കാനില്ലാത്ത ആ പൗരുഷത്തിനെ ആദരവോടെ, അതിനേക്കാളേറെ വിനയത്തോടെ, സർവോപരി ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോലും പോകാതെ ഇങ്ങോട്ട് വരാൻ എന്നോട് കാണിച്ച ആ സൗമനസ്യത്തിൻ്റെ മുന്നിൽ 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് താക്കീത് ചെയ്ത അദ്ദേഹം, അശ്വമേധം എന്ന പരിപാടിയുടെ കാരണക്കാരനായ, അതിൻ്റെ വഴികാട്ടിയായ, ആ കാലഘട്ടത്തിലെ എൻ്റെ സംഭാഷണത്തിലെ ഡിക്ഷൻ പോലും ആ കാലഘട്ടത്തിൽ പറഞ്ഞ് എന്നോട് പലപ്പോഴും സൂചിപ്പിച്ച് അത് മാറ്റണം, ആ ഡിക്ഷൻ എന്നെല്ലാം പറഞ്ഞ് തന്നിട്ടുള്ള, എല്ലാ കാലത്തും ഞാൻ മനസ്സാ ഗുരുവായി കാണുന്ന, എന്നാൽ ഒരിക്കൽ പോലും അനുകരിക്കാൻ കഴിയാത്തത്രത്തോളം ഉയർന്ന ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ശ്രീ മമ്മൂക്കയെ ഞാൻ നിറഞ്ഞ ആദരവോടെ ഈ ഓഡിയോ ലോഞ്ച് നിർവഹിക്കാൻ ശ്രമിക്കുന്നു. നമസ്കാരം.